നമസ്കാരം. ക്ഷേത്ര ദർശനത്തിന് എന്തു വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ മേൽ മുണ്ടോ അല്ലെങ്കിൽ ഷർട്ടോ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമോ തുടങ്ങിയ ചർച്ചകളാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ചർച്ചയാക്കേണ്ട ആവശ്യം പോലുമില്ല. അതത് ക്ഷേത്ര ഭാരവാഹികളോ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളോ ആചാരങ്ങളോ ഒക്കെ തന്നെ ഇവിടെ വിശ്വാസികൾ പാലിക്കേണ്ടതാണ്. അങ്ങനെ പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ക്ഷേത്രത്തിൽ ചെന്നു, ഇപ്പൊ DYFIക്കാരനായാലും SFIക്കാരനായാലും ഷർട്ട് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പാൻസ് ഇട്ടുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂരോ ഒന്നും കയറാൻ എന്തായാലും പറ്റില്ല. പക്ഷെ ശബരിമലയിൽ കയറാം. ആർക്ക് വേണമെങ്കിലും പാൻസോ ബർമുടയോ നിക്കറോ എന്തിട്ടുകൊണ്ടും കയറാം. അത് വേറൊരു കാര്യം. അപ്പം ചില ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ, ചില സങ്കല്പങ്ങൾ പ്രാചീനമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് തുടരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഈ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെയും വെള്ള വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല, മുറിച്ചു തയ്ച്ച വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, അതുപോലെ മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെയും നിഷ്കർഷിക്കുന്നുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സൗദിയിലേക്ക് വിമാനം പിടിച്ച് ഇവിടുന്ന് പോവുകയാണെങ്കിൽ കൂടി ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം അവിടുത്തെ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പൊടിയും തട്ടി തിരിച്ചു പോരേണ്ടി വരും. കാരണം അവിടെ ആ കർമ്മങ്ങൾ, ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മേൽവസ്ത്രം ധരിക്കണമോ മേൽവസ്ത്രം ധരിക്കേണ്ടയോ എന്നുള്ളതൊന്നും അവിടുത്തെ ഭക്തന്റെ അല്ലെങ്കിൽ അവിടെ ഈ തീർത്ഥാടനത്തിനായി പോകുന്ന ആളുടെ ചിന്തയല്ല. അവിടെ ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ അല്ലെങ്കിൽ ബിംബാരാധനയ്ക്കെതിരെയുള്ള സങ്കല്പങ്ങളാണെങ്കിലും അവിടെ ഒരു വിഗ്രഹം പോലെ ആ ഒരു ടോംബ്, ആ ഒരു പ്രവാചകന്റെ ആ ഒരു ശവകുടീരം വെച്ചിരിക്കുന്നു. അതുപോലെ സാത്താന്റെ പ്രതീകത്തെ കല്ലെറിയുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓരോ മതവിശ്വാസങ്ങൾ, നമ്മളൊരു മതവിശ്വാസത്തെയും ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ ഓരോ മതവിശ്വാസങ്ങൾക്കും അതിൻ്റെതായ ചില രീതികളുണ്ട്. അത് ഹിന്ദു മതവിശ്വാസമായാലും ക്രിസ്ത്യൻ മതവിശ്വാസമായാലും മുസ്ലിം മതവിശ്വാസമായാലും ഹിന്ദു മതവിശ്വാസമായാലും ഒക്കെ തന്നെയുണ്ട്. ബുദ്ധ മതവിശ്വാസമായാലും ഒക്കെ തന്നെയുണ്ട്. അതത് മതവിശ്വാസത്തിന്റെ മാമൂലുകൾ തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം എന്നാണ് അതത് മതവിശ്വാസങ്ങളുടെ ആ സംഹിതകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഈ മക്കയിൽ ഹജ്ജ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഏതെങ്കിലും തരത്തിൽ ചർച്ചയാക്കാനോ അതിനെ ഏതെങ്കിലും തരത്തിൽ ചർച്ചകളിലേക്കോ, രാഷ്ട്രീയ മത ചർച്ചകളിലേക്കോ കൊണ്ടുവരാൻ എന്തായാലും CPM അല്ലെങ്കിൽ പാർട്ടിക്കാരോ ഭരണകൂടമോ ഒന്നും തയ്യാറാകില്ല. കാരണം ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ആശയത്തിൽ ഊന്നിയാണ് ഇവർ ഭരിക്കുന്നത് തന്നെ. എല്ലാ വിഷയത്തിലും അതെ. ന്യൂനപക്ഷങ്ങളാണോ, എന്നാൽ അവരെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചേക്കാം. പ്രത്യേകിച്ചും മുസ്ലിം മത ന്യൂനപക്ഷമാണെങ്കിൽ അവരെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചേക്കാം. അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവരെയും ഒക്കെ തന്നെ മാറ്റി നിർത്തുന്ന, അവരെ താറടിച്ചു കാണിക്കുന്ന, അവരുടെ മതവിശ്വാസങ്ങളെ എതിർക്കുന്ന, നിങ്ങൾ നിസ്കരിച്ചുകൊള്ളൂ, നിങ്ങൾ മറ്റ് മാമോദിസ മുക്കിക്കൊള്ളൂ, എന്നാൽ നിങ്ങൾ ഗണപതി ഹോമം ചെയ്യരുത് എന്ന് പറഞ്ഞൊരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു, മരിച്ചുപോയി, കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ, ഇവർ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസികളാണ്, പ്രത്യേകിച്ചും മുസ്ലിം വിശ്വാസികളാണ്. ഹൈന്ദവ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരൊക്കെ തന്നെ ചിന്തിക്കണം. നമ്മുടെ മതവിഭാഗങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആചാരങ്ങളെയും ഒക്കെ ഈ പാർട്ടിയും ഈ പാർട്ടിയിലെ നേതാക്കളും എന്നും ചവിട്ടി തേച്ചിട്ടേ ഉള്ളൂ. ഹജ്ജിന് പോകണമെങ്കിൽ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ രീതിയൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, മറ്റൊരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ഇവിടെ ഷർട്ട് ഇടണോ വേണ്ടയോ, മേൽമുണ്ട് ധരിക്കണോ വേണ്ടയോ, മുണ്ടെടുക്കണോ, പാൻസ് ഇടണോ, ചുരിദാർ ധരിക്കണോ എന്ന് ഇവിടുത്തെ ക്ഷേത്ര വിശ്വാസികളും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രത്തിന്റെ പൂജാരിമാരും തന്ത്രിമാരും ഒക്കെ തീരുമാനിക്കും. അതൊന്നും വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ വിശ്വാസങ്ങൾക്കിടയിലും വിശ്വാസ പ്രമാണങ്ങൾക്കിടയിലും ഇത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന CPM-ന് എന്തായാലും തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾ ഹൃദയം നിറഞ്ഞ് എതിരേറ്റ് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നൽകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അവർക്കും ഇവർക്കും, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്കും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്കുമൊക്കെ CPM-ന്റെ ഇത്തരം ചീഞ്ഞു നാറിയ കളികൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.